കൊടുത്ത് സൗത്ത് ആഫ്രിക്കയുടെ കോച്ചായ ശുക്രിക്ക് താണ്ട അണ്ണാക്കിൽ കപ്പ് കേക്ക് തിരികെ കൊടുത്ത് KKRന്റെ 2 പിള്ളേർ ഫിൻ അലനും ടിം സൈഫർട്ടും. എൻ്റെ പൊന്നോ, എന്നാ അടിയാന്നേ അടിച്ചത്. കണ്ണീന്ന് പൊന്നീച്ച പറന്ന് കാണും. ഇതുപോലെ അടിക്കുമോ ആരെങ്കിലും ഒക്കെ, പിടിച്ചു വെച്ച് അടിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഇതാ അടി. ഈ ടൂർണമെന്റിലെ ഏറ്റവും ബെസ്റ്റ് ബോളിംഗ് ലൈനപ്പാ സൗത്ത് ആഫ്രിക്കയുടെ നോക്കുവാണെങ്കിൽ. ഒരു തെറ്റേ മാർക്കോ യാൻസൺ ചെയ്തോളൂ, 55 റൺസ് എടുത്തു ബാറ്റ് ചെയ്യാൻ നേരം മാർക്കോ യാൻസൺ. 2.5 ഓവറിനകത്ത് മാർക്കോ യാൻസൺ എടുത്ത റൺസ് തിരിച്ചു കൊടുത്തു. 12ാമത്തെ ഓവറിൽ 20 റൺസാണ് കൊടുത്തത്. ആ ഓവറിനകത്ത് തന്നെ പിന്നെല്ലാം വന്നിട്ട് സെഞ്ചുറി എടുത്തു. പിന്നെ മറ്റേത് കോർവിൻ ബോഷ്, ശിവൻ ഡുബിയുടെ മറ്റൊരു പതിപ്പാണ്. 5ാമത്തെ ഓവറാണ്ട് എറിയാൻ വന്നത്, 22 റൺസ് കൊടുത്തു. കളിയുടെ മൂവ്മെന്റം കംപ്ലീറ്റ് അവിടെ നിന്ന് തിരിച്ചു കളഞ്ഞു കോർവിൻ ബോഷ് വന്നിട്ട്. സൗത്ത് ആഫ്രിക്കയുടെ കോച്ചിന്റെ ഒരു കാര്യം, തള്ളിന്റെ ഉസ്താദാണ്. പത്രസമ്മേളനത്തിനൊക്കെ വന്നിരുന്നു വലിയ തള്ള തള്ളുന്നത്. ഞങ്ങൾ ഇന്ത്യയെ മുട്ടുകുത്തിക്കും, ഞങ്ങൾക്കറിയാം ഇന്ത്യയെ എങ്ങനെ വീഴ്ത്തണമെന്നുള്ളത്. നിങ്ങൾ ചോക്കിയോന്ന് ആരോ ചോദിച്ചായിരുന്നു കേട്ടോ. ചോക്കിയോ, ഞങ്ങൾ ചോക്കിയാണ്, അതൊക്കെ പണ്ട്. ഞാൻ ഹെഡ് കോച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ ചോക്കിങ് എന്ന് പറഞ്ഞ പദവേ ഇല്ല. റെക്കോർഡ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡുമായിട്ട് 4 മത്സരങ്ങൾ കളിച്ച് ആ 4 നോക്കൗട്ട് മത്സരത്തിലും തോറ്റ്. ന്യൂസിലാൻഡ് ഇന്ന് പറയുമ്പോൾ വരെ കരകയറ്റാൻ സമ്മതിച്ചിട്ടേ ഇല്ല. നല്ലൊരു ടീമാണ്, നല്ല പാവം ടീം. എനിക്ക് ഈ സൗത്ത് ആഫ്രിക്കൻ ടീമിന് ഇഷ്ടമാണ്. പക്ഷെ ശുക്രി കോൺട്രാഡ്, പക്ഷെ ഇവനെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചിട്ട് ശുക്രി എന്നൊരു പേര്. ഇല്ല റോളറിനെ കൂട്ടായിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് റോളറായിട്ട് എടുത്തിട്ട് പിച്ചിനകത്തിട്ട് ഉരുട്ടാൻ തോന്നും. അതുപോലുള്ള ഡയലോഗ് അടിക്കുന്നത്. ഇന്ത്യക്കാരെ ഉരുട്ടണം, ഇന്ത്യക്കാരെ ഗ്രോവൽ ചെയ്യണം. അവന് എല്ലാ ബോളർമാരെയും ഇന്ന് മണ്ണിനകത്തിട്ട് ഉരുട്ടി സൗത്ത് ആഫ്രിക്കയുടെ. ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും ഫീൽഡിങ്ങിലാണെങ്കിലും ബെസ്റ്റ് സൈഡാണ്. സ്പിന്നർമാർ മാത്രമേ ഉള്ളായിരുന്നു ഇല്ലാഞ്ഞത്. ബാക്കി നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ടീമാണ്. എന്തുകൊണ്ട് ഫൈനലിനകത്ത് എത്താൻ പറ്റിയ ടീമാണ്. ഫിൻ അലനും ടിം സൈഫർട്ടും കൂടെ ചേർന്നാണ് തീർത്ത് കൊടുത്തു. അഹങ്കാരത്തിന്റെ കൊടുമുടി നിൽക്കുമായിരുന്നു ശുക്രി. ടെംബാവുമ വന്ന് ആസ്ട്രേലിയ തോൽപ്പിച്ച് ഒരു കപ്പ് എടുത്തെന്ന് പറഞ്ഞുകൊണ്ടേ എല്ലാവരും ടെംബാവുമ ആവത്തില്ല. ആ മനുഷ്യൻ വേറെ ലെവലാണ്. ആ മനുഷ്യന് അഹങ്കാരമില്ല, ഒരു പാവം പിടിച്ച മനുഷ്യനാണ്. അതുപോലല്ല ശുക്രി. മറ്റു ടീമുകളെ റെസ്പെക്ട് ചെയ്യത്തില്ല, പ്ലേയേഴ്സിനെ റെസ്പെക്ട് ചെയ്യത്തില്ല. വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ വിളിച്ചു പറയും. കിട്ടിയില്ലേ 12.5 ഓവറിനകത്ത് അണ്ണാക്കിലോട്ട് അടിച്ചു തന്ന് കപ്പ് കേക്ക്. നേരെ ഉരുണ്ട് അങ്ങ് സൗത്ത് ആഫ്രിക്കയിലോട്ട് പോയിക്കോ. ഫ്ലൈറ്റ് ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല കയറി പോകാൻ വേണ്ടി. കുറച്ച് നാൾ ഇന്ത്യ കിടന്ന് ഉരുള്. ശുക്രി വിചാരിച്ച് എല്ലാ കളിയും അഹമ്മദാബാദിന്റെ മണ്ണിലാണ്, നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. BCC ICC കൂടെ പറഞ്ഞ് കുറച്ചായില്ലോ, 5 കളി ആയില്ലോ അഹമ്മദാബാദിന്റെ മണ്ണിൽ കളിച്ചിട്ട്. കൊൽക്കത്ത വരെ ഒന്ന് പോയിട്ട് ആ ന്യൂസിലാൻഡ് ചെറിയ ടീമാണ്. നോക്കുവാണെങ്കിൽ ഇംഗ്ലണ്ടിനോട് തോറ്റു, നിങ്ങളോട് തോറ്റു, ഈസിയാണ്, ഒന്ന് തോൽപ്പിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയതാ. അഹമ്മദാബാദിന്റെ മണ്ണ് അങ്ങോട്ട് വിട്ടപ്പോഴത്തേന് കാലിന്റെ അടിയിൽ നിന്ന് കണ്ട മണ്ണ് ഒലിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു. എവിടെ കളിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല. 5 കളി ഒരു സ്റ്റേഡിയത്തിൽ കളിച്ചിട്ട് മറ്റൊരു സ്റ്റേഡിയത്തിലോട്ട് പോയപ്പോഴത്തേന് ഏലിയൻസിന്റെ അവസ്ഥയായി പോയി സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം. ഫ്ലാറ്റ് പിച്ചാണെന്ന് മനസ്സിലാവുന്നില്ല. റെഡ് സോയിൽ പിച്ചാണോ, ബ്ലാക്ക് സോയിൽ പിച്ചാണോ, സ്ലോയിഷ് പിച്ചാണോ, അത് ബോൾ സ്കിഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി വന്നപ്പോൾ തന്നെ 77 5 വിക്കറ്റ് പോയി. അതോടെ തീർന്നു. സെക്കൻഡ് ഓവറിനകത്ത് തന്നെ മക്കോഞ്ചി എന്ന് പറഞ്ഞ ഓഫ് ബ്രേക്ക് ബോളർ വന്ന് 2 വിക്കറ്റ് എടുത്തപ്പോൾ തന്നെ പാതി പോയി. വലിയ സ്കെച്ചും പ്ലാനും ഒക്കെ വരച്ചോണ്ടിരിക്കുമായിരുന്നു അഹമ്മദാബാദിന്റെ മണ്ണില്ലാണ്ട്. ഇന്ത്യ ഇവിടെ വെച്ച് തോൽപ്പിക്കാം, ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബൗൺസ് കിട്ടും, ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ലോ ബോൾ കിട്ടും, തേങ്ങയാണ് മാങ്ങയാണ് ചക്കയാണ് ഇതാണ്ട് കിടക്കുന്നു. നല്ല ഒരു ഫ്ലാറ്റ് പിച്ചിലോട്ട് പറഞ്ഞു വിട്ടു, ചെറിയ ഗ്രൗണ്ടിലോട്ട് പറഞ്ഞു വിട്ട് KKRന്റെ പിള്ളേരാണ്ട തല്ലി തരിപ്പണമാക്കി. ദാഷ്ട്യത്തിന് കിട്ടിയ പരാജയം. ഒന്ന് താഴ്, ഇനിയെങ്കിലും അല്പം ഒന്ന് താഴ്. എതിർ ടീമുകൾ അല്പം ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും. ഇത്രയേ ഉള്ളൂ ശുക്രിയോട് പറയാനുള്ളത്. എന്തായാലും ഞങ്ങളെ തോൽപ്പിച്ചിട്ട് കുറച്ച് അഹങ്കരിച്ചതല്ല. ഉരുണ്ട കുറച്ച് നേരം റോളറിനെ കൂട്ടി അവിടെ കിടന്ന് ഉരുള്. നിങ്ങളുടെ ബോളർമാർ ഒരുപാട് തല്ല് വാങ്ങിച്ചു കൂട്ടിയതല്ലായിരുന്നു. അവിടെ കിടന്ന് ഉരുണ്ട ആ പിച്ചൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. അതുപോലത്തെ അടിയാണ് എന്തായാലും കൊടുത്തത്. ഫിൻ അലൻ ടിം സൈഫർട്ടും ഇവരെ KKRലോട്ട് കൊണ്ടുവന്ന KKR മാനേജ്മെന്റിന് ബിഗ് സല്യൂട്ട്. ബേസിക് പ്രൈസിനാണ് ഇവരെ ടീമിലേക്ക് കൊണ്ടുവന്നത്. എന്നാ കിടിലം പ്ലേയേഴ്സാണ് നോക്കിക്കേ. ഇന്ത്യക്കെതിരെ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചു ഫിൻ അലൻ. ഏകദേശം 80-85 റൺസാണ് എടുത്തായിരുന്നു ഇന്ത്യക്കെതിരെ. അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ UAEക്കെതിരെ വിക്കറ്റ് നഷ്ടപ്പെടാതെ 175 റൺസ് ചേസ് ചെയ്തു വരും. ഇന്ന് നോക്കിക്കേ, പവർ പ്ലേക്കകത്ത് 86 റൺസ് എടുക്കുന്നു. 12.5 ഓവറിനകത്ത് ആ ഒരു സ്കോർ ചേസ് ചെയ്യുന്നു. പിച്ചിനകത്ത് ഒരു ഭൂതവും ഇല്ലായിരുന്നു. ഡ്യൂ നോക്കുവാണെങ്കിൽ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. ആ പിച്ചിനെ മനസ്സിലാക്കി എടുത്തിട്ട് അറിഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ഫിൻ അലന്റെ ബാറ്റിംഗ് 33 ബോളിൽ നിന്ന് സെഞ്ചുറി എടുക്കുക, 8 6 അടിക്കുക. ഏറ്റവും കൂടുതൽ ഷോട്ട് കളിച്ചിരിക്കുന്നത് ലെഗ് സൈഡിനകത്താണ്. സൂപ്പർ ഒരു പ്ലെയർ, ഒരു രക്ഷയില്ലാത്ത ബാറ്റിംഗ്. എവിടെ എറിയും, എങ്ങനെ ഔട്ടാക്കും. പവർ പ്ലേക്കകത്ത് തന്നെ 4 ബോളർമാരെ കൊണ്ടുവന്നു, എന്നിട്ടും രക്ഷയില്ല. മേ ബി പവർ പ്ലേക്കകത്ത് ഒരു സ്പിന്നറെ നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ മേ ബി എന്തെങ്കിലും സംഭവിച്ചു പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ പവർ പ്ലേക്കകത്ത് പേസ് ബോളർമാരെ കൊണ്ടുവന്നു, ലുങ്കി നിങ്കിനെ കൊണ്ടുവന്നു, റബാഡെ കൊണ്ടുവന്നു, യാൻസനെ കൊണ്ടുവന്നു, കോർവിൻ ബോഷിനെ കൊണ്ടുവന്നു. ഇവരെല്ലാം പേസ് ഓഫ് ചെയ്തില്ല. അഹമ്മദാബാദിന്റെ പിച്ചിൽ എറിഞ്ഞതുപോലെ വന്ന് പേസ് ഓഫ് ചെയ്ത് എറിയുമായിരുന്നു.
അവർ തൂക്കിയെടുത്തിട്ട് വെച്ചെന്നുള്ളതാണ്. പേസ് ഓഫ് ഇട്ട് എറിയുന്നത് കണ്ട് തേർഡ് മാനെ പിടിച്ച് അകത്തിടുന്ന കണ്ട് ഒരു 30-40 റൺസ് എഡ്ജിലെങ്കിലും പോയി കാണും തേർഡ് മാന്റെ മേളിലൂടെ. ആരും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ അടി കൊണ്ടു കഴിഞ്ഞാൽ ഏതവനാ ക്യാപ്റ്റൻസി ചെയ്യാൻ പറ്റുക? റിക്കി പോണ്ടിങ്ങിനെ പോലും പറ്റത്തില്ല. ഇങ്ങനെ അടി ഒരു സൈഡിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി ചെയ്യാൻ വേണ്ടി. എന്നിട്ട് മാത്രം ബോളർമാരെയൊക്കെ മാറ്റി പരീക്ഷിച്ചു പോയി. പക്ഷേ പവർ പ്ലേയിൽ തന്നെ കളി തീർന്നു പോയി. പവർ പ്ലേയിലല്ല, ആദ്യത്തെ ഒരു 3 ഓവറിനകത്ത് തന്നെ കളി തീർന്നു പോയി. കോൾവിൻ ബോഷ് വന്നിട്ട് 5ാമത്തെ ഓവറാന്ന് തോന്നുന്നു 22 റൺസാണ് കൊടുത്തത്. സോ ന്യൂസിലാൻഡ് പതുങ്ങി വന്ന് 2 കളിയൊക്കെ തോറ്റ്. നോക്കുവാണെങ്കിൽ വലിയ ഫേവറേറ്റ്സ് ഒന്നും അല്ലായിരുന്നു ന്യൂസിലാൻഡ് ടീമിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവസാനം വന്നപ്പം കളിച്ച ഒരു കളി നോക്കിക്കേ. ഇന്ത്യക്ക് നാളെ എന്തായാലും സെമി ഉണ്ട്. സെമി ഇന്ത്യ ജയിച്ച് അഹമ്മദാബാദിന്റെ മണ്ണിലോട്ട് പോകുമ്പോഴത്തേന് ഇന്ത്യക്കാർ ഒരു കാര്യം മറക്കരുത്. T20 വേൾഡ് കപ്പിനകത്ത് നമ്മൾ ഇന്ന് വരെ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം മറന്നു പോവാതിരിക്കട്ടെ. ടിം സൈഫർട്ട് ലെഗ് സൈഡ് പ്ലെയർ, ഫിൻ അലൻ ലെഗ് സൈഡ് പ്ലെയർ, ട്രാപ്പ് ചെയ്ത് ഇവരെ എടുക്കാൻ ഇന്ത്യക്ക് കഴിയട്ടെ. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം പറയുന്നില്ല. എന്തായാലും നാളത്തെ കളി കഴിയട്ടെ. ഇംഗ്ലണ്ട് നോക്കുവാണെങ്കിൽ ഇതുപോലെ പതുങ്ങിയൊക്കെ കയറി വന്നൊരു ടീമാണ്. സോ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യ. സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. ഇവരെന്താണോ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചത്, മാക്രം വന്ന് ബോൾ ചെയ്തതുപോലെ അവരെന്തോ ചെയ്ത് മക്കോഞ്ചി എന്ന് പറഞ്ഞൊരു ബോളറെ കൊണ്ടുവരുന്നു 2ാമത്തെ ഓവറിൽ 2 വിക്കറ്റ്. അവരുടെ ഇൻഫോം ബാറ്റ്സ്മാൻമാർ ഡീകോക്ക് റിക്കൾട്ടനെ പറഞ്ഞു വിടുന്നു 12 റൺസ് 2 വിക്കറ്റ്. അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ വെൽ ബോളിംഗ് രച്ചിൻ രവീന്ദ്രയൊക്കെ ഇത്രമാത്രം മെച്യൂർ ആയെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്ത്യക്കാർ കാണിച്ച മിസ്റ്റേക്ക് നോക്കുവാണെങ്കിൽ അവർ ആവർത്തിച്ചതില്ല. അത്ര ടൈറ്റ് ലെങ്തിൽ അവർ ബോൾ ചെയ്തത്. സൂപ്പർ ബോളിംഗ് കാഴ്ചവെക്കുന്നു രച്ചിൻ രവീന്ദ്ര. മാക്രത്തിന്റെ ക്യാച്ചാണോ അല്ലയോ എന്നൊക്കെ ഉള്ളൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അറിയാൻ വയ്യ, സൂപ്പറായിട്ട് ബോൾ ചെയ്ത് ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിലാണ് മാക്രത്തിന് ഇട്ട് കൊടുത്തത്. ബോൾ നോക്കുവാണെങ്കിൽ വലിയ സ്പീഡില്ല രച്ചിൻ രവീന്ദ്രന്റെ ബോളിന്. ഏകദേശം നോക്കുവാണെങ്കിൽ 80-82 ആ ഒരു സ്പീഡിൽ എറിയുന്നത്. സോ ടൈമിംഗ് കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. മാക്രത്തിന്റെ വിക്കറ്റ് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഡേവിഡ് മില്ലർ ഒരു ചാൻസ് കൊണ്ട് കൊടുത്തു ആ ഓവറിനകത്ത്. ഫിലിപ്സ് കൊണ്ട് ക്യാച്ച് കൊണ്ട് കളഞ്ഞു. പക്ഷേ പിന്നെ എറിഞ്ഞു കൊടുക്കുന്നു ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിൽ. ഒറ്റ ബോൾ ബോഡിയിൽ ഇട്ട് കൊടുത്തില്ല ഡേവിഡ് മില്ലറിനെതിരെ. അത്രയ്ക്ക് പ്ലാനിലാണ് ഇവർ വന്നത്. ഇന്ത്യക്കാരെന്തോ ചെയ്തത്, എല്ലാം ബോഡി ടു ബോഡി ഇട്ട് കൊടുത്തു ഡേവിഡ് മില്ലറിനെ ഫോം ആക്കി. പക്ഷേ ഇന്ന് രച്ചിൻ രവീന്ദ്രൻ എറിഞ്ഞുണ്ടായിരുന്നു ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിലാണ് ഇട്ട് കൊടുത്തത്. സെയിം വിക്കറ്റ് ലോങ് ഓഫിൽ. വരുൺ ചക്രവർത്തി എങ്ങനെയാണ് അടിയൊക്കെ കൊണ്ടിട്ട് ഡേവിഡ് മില്ലറിനെ ഔട്ടാക്കിയത് ലോങ് ഓഫിൽ. ഹാർദിക് പാണ്ഡ്യ എങ്ങനെയാണ് വേൾഡ് കപ്പിനകത്ത് ഡേവിഡ് മില്ലറിനെ ഔട്ടാക്കിയത് ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിൽ ബോൾ ഇട്ട് കൊടുക്കും, അടിച്ച് ലോങ് ഓഫിൽ ക്യാച്ച് കൊടുത്തിട്ട് പോകും. അതേ പ്രവണത കറക്റ്റ് പ്ലാനുമായിട്ട് വരുന്നു രച്ചിൻ രവീന്ദ്രൻ. നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നു. ഇംഗ്ലണ്ടിനെതിരെ ജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവിടെ നോക്കുവാണെങ്കിൽ നല്ല വിക്കറ്റ് എടുക്കുന്നു. 4 വിക്കറ്റോളം അവിടെ എടുത്തു. ഇവിടെ വന്നിട്ട് ഇന്ന് 2 വിക്കറ്റ് എടുക്കുന്നു. ക്രൂഷ്യൽ ബോളിംഗ് പെർഫോമൻസ് കാഴ്ച നോക്കുന്നു രച്ചിൻ രവീന്ദ്ര. അതുപോലെ തന്നെ അവരുടെ പേസ് ബോളർമാർ എങ്ങനെയായാലും ഒരു 30-40 റൺസ് അവർ സേവ് ചെയ്തു. ഡെത്ത് ഓവറിനകത്ത് വന്നിട്ട് മനോഹരമായിട്ട് ബോൾ ചെയ്തു. ഫെർഗൂസൺ ആണെങ്കിലും മാറ്റ് ഹെൻറി ആണെങ്കിലും സൂപ്പർ ബോളിംഗ് പെർഫോമൻസ് കാഴ്ച വെക്കുന്നു. അവർ തിരിച്ചു വരുന്നു. നോക്കൌട്ട് മാച്ചുകളിൽ ന്യൂസിലാൻഡുകൾ പുലിയാണെന്നുള്ളത് ഇന്നും തെളിയിച്ചു വരുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചോളം പിന്നെയും ചോക്ക് ചെയ്യുമായിരുന്നു. ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കാനൊന്നും പോയതേ ഇല്ല. വരുന്നവരെല്ലാം വെളിച്ചപ്പാടാവുമെന്ന് പറഞ്ഞ പോലെ അടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാർക്കോ യാൻസനും സ്റ്റബും കൂടെ ചേർന്ന് അവസാനത്തെ 5 ഓവറിനകത്ത് ഏകദേശം 69 റൺസ് എടുത്തായിരുന്നു. പക്ഷേ അതും ജയിക്കാൻ കഴിഞ്ഞില്ല. ഫ്ലാറ്റ് പിച്ചാണ്, ബൗണ്ടറീസ് വളരെ ചെറുതാണ്. ഹൈ സ്കോറിംഗ് മാച്ച് വരുന്ന ഒരു ഗ്രൗണ്ടാണ്. ഒരു 210-220 ഒക്കെയാണ് ഇവിടുത്തെ ഒരു വലിയ സ്കോർ. ഇവിടുത്തെ വളരെ മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഓവർ കോൺഫിഡൻസ് ആയിരുന്നു സൗത്ത് ആഫ്രിക്ക ടീമിനെ സംബന്ധിച്ചിടത്തോളം. അത് ഇന്ന് ന്യൂസിലാൻഡ് അങ്ങ് തീർത്തു കൊടുത്തു. എന്തായാലും ആദ്യത്തെ ടീം ന്യൂസിലാൻഡ് എന്തായാലും അഹമ്മദാബാദിൽ വെയിറ്റ് ചെയ്യുകയാണ്. ആരാണ് അവരുടെ എതിരാളികൾ ഫൈനലിനകത്ത്? ഇന്ത്യ ആയിരിക്കോ ഇംഗ്ലണ്ട് ആയിരിക്കോ? ഇന്ത്യ തന്നെ വരട്ടെ. പക്ഷേ റെക്കോർഡ് പറയുന്നു ഇതുവരെ T20 വേൾഡ് കപ്പിനകത്ത് ഇന്ത്യ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയിട്ടില്ല. അത് അഹമ്മദാബാദിന്റെ മണ്ണിൽ സംഭവിക്കട്ടെ. ഇന്ത്യക്ക് അവരെ പരാജയപ്പെടുത്താൻ കഴിയട്ടെ. നല്ലൊരു പെർഫോമൻസ് നാളെ ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെതിരെ കാഴ്ചവെക്കാൻ കഴിയട്ടെ.